സിഡ്നി സ്വീനിയാണ് ഇപ്പോൾ ഇന്റർനെറ്റിലെ മെയിൻ ചർച്ചാ വിഷയം. അക്കയുടെ ബാത്ത് വാട്ടർ സോപ്പിന്റെ ഒരു ട്രെൻഡ് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി അടുത്ത കോൺട്രവേഴ്സി. ഒരു ആഡ് ചെയ്തതേ ഓർമ്മയുള്ളൂ, പിന്നെ മുഴുവൻ പുകിലാണ് ഇവിടെ. അപ്പോൾ എന്താണ് ഈ പുതിയ ആഡ്, എന്താണ് പുതിയ പ്രശ്നം, നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വോക്ക്നെസ് ഈസ് ഒഫീഷ്യലി ഓവർ. ഡൊണാൾഡ് ട്രംപ് വന്നതോടെ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രൈഡ് മന്തിന് ഒരു കമ്പനി, മേജർ കമ്പനീസ് ഒന്നും ആ ലോഗോ മാറ്റി റെയിൻബോ ലോഗോ ഒന്നും ആക്കിയിട്ടേ ഇല്ല പ്രാവശ്യം. അതേപോലെ ഈ കമ്പനീസിന്റെ ഈ LGBTQ പൊക്കി പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ആഡ് ക്യാമ്പയിൻസ് ഇല്ലേ, അതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ട്രെൻഡാണ് വന്നിരിക്കുന്നത്, അതും പ്രശ്നത്തിലാണ്. അമേരിക്കൻ ഈഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, ഡെനിമൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ പുതിയ ഒരു ആഡിലാണ് നമ്മുടെ സിഡ്നി സ്വീനി വന്നത്. ഒരു ആഡ് ചെയ്തതേ ഉള്ളൂ, അവരുടെ കമ്പനിയുടെ സ്റ്റോക്ക് 20% കയറിയത്. $10 നിന്ന് $12. അപ്പോൾ ആഡൊക്കെ നൈസായിരുന്നു, വലിയ സംഭവമൊന്നുമില്ല. അക്കനെയൊക്കെ ഒന്ന് നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രശ്നമായത് ഇതിലൊരു സ്ലോഗനാണ്. സിഡ്നി സ്വീനി ഹാസ് ഗുഡ് ജീൻസ്. ജീൻസ് ഒരു വേർഡ് പ്ലേ ആണ്. അപ്പോൾ ജീൻസ് എന്ന് അവരുദ്ദേശിച്ചത് അവരുടെ ഡെനിമിനെ ആയിരിക്കും. പക്ഷേ ആൾക്കാർ പറയുന്നത് അതിലൊരു ഹിഡൻ മീനിങ് ഉണ്ട്. ജീൻസ് എന്ന് പറയുന്നത് DNA ആണ്, അതായത് ഒരു വൈറ്റ് സുപ്പീരിയോറിറ്റി അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ജീൻസിനെ പറഞ്ഞത്. സിഡ്നി സ്വീനി പോലത്തെ ആൾക്കാരാണ് സൂപ്പർ ജീൻസ് ഉള്ളത് എന്ന് ഈ ലിബറൽ ആയിട്ടുള്ള കുറേ അമേരിക്കയിലെ വൈറ്റ്സ് കുറേ ആൾക്കാരുണ്ട്, അവർ തന്നെയാണ് അത് പറഞ്ഞു തുടങ്ങിയത്. ബേസിക്കലി വോക്ക് പീപ്പിളിന് ഈ ആഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുമോ, അതൊരു മോശമായില്ലേ എന്നൊക്കെയാണ് പറയുന്നത്. മൊത്തം അപ്പോളജിയൊക്കെ ചെയ്തിട്ടുണ്ട്. അക്ക തന്നെ വന്നിട്ട് എന്തോ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ അതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിഡ്നി സ്വീനിക്ക് കിഡിലൻ ഒരു PR ടീം ഉണ്ട്. അക്ക എന്ത് ചെയ്താലും ഒന്നെങ്കിൽ ഒരു കോൺട്രവേഴ്സി ആവും, അല്ലെങ്കിൽ അത് ഫേമസ് ആവും, ട്രെൻഡ് ആവും. ഇതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.